നമസ്കാരം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ തിരക്കേറിയ ജീവിതശൈലിക്കിടയിൽ നാം ഓരോരുത്തരും അവഗണിക്കുന്ന ഒന്നാണ് ആരോഗ്യം. പ്രത്യേകിച്ച് ഈ കടുത്ത വേനൽക്കാലത്ത് നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോണിനെ സംബന്ധിച്ചുള്ള എങ്ങനെ കിഡ്നി സ്റ്റോണിനെ നമുക്ക് പ്രതിരോധിക്കാം, എന്തൊക്കെയാണ് നമുക്ക് കിഡ്നി സ്റ്റോണിനെ വരാതിരിക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചികിത്സാ രീതികളാണ് നിലവിലുള്ളത് എന്നതിനെപ്പറ്റി നമുക്കിന്ന് പറഞ്ഞു തരാനായി നമുക്കൊപ്പം ഉള്ളത് പ്രശസ്ത യൂറോളജിസ്റ്റും തിരുവനന്തപുരം പള്ളിമുക്കിലെ ക്യൂർ യൂറോളജി ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ വിനോദ് KV ആണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയ നിവാരണത്തിനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടാതെ വാട്സപ്പ് മുഖേനയും നിങ്ങളുടെ സംശയ നിവാരണം നടത്താവുന്നതാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിഡ്നി സ്റ്റോൺ എന്നുള്ളത് നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വേദനയൊക്കെ വന്ന ഒരു സീരിയസ് ആകുന്ന ഒരു കണ്ടീഷനിലാണ് പലപ്പോഴും നാം തിരിച്ചറിയുന്നത് പോലും. അപ്പോൾ പലപ്പോഴും പലർക്കും ഇത് കിഡ്നി സ്റ്റോൺ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാത്തതാകും. പല വഴിക്ക് അല്ലെങ്കിൽ നടുവേദനയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വയറുവേദനയുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പല വഴിക്ക് നാം തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ എന്താണ് ഈ കിഡ്നി സ്റ്റോൺ എന്നുള്ളത്? നമുക്കത് പറഞ്ഞു തുടങ്ങാം. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കിഡ്നി എന്ന് പറഞ്ഞാൽ വൃക്കകളിൽ വരുന്ന കല്ലുകൾ. ഈ വൃക്കകളിൽ കല്ല് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു കല്ലല്ല വരുന്നത്. അത് നമ്മളുടെ ശരീരത്തിലെ എല്ലാ വേസ്റ്റും എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ശരീരത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും പുറത്തോട്ട് പോകുന്നത് മൂത്രത്തിൽ കൂടെയാണ്. ഈ മാലിന്യങ്ങൾ വളരെ വിദഗ്ധമായി നമ്മുടെ ശരീരം ഒരു ലായനിയുടെ രൂപത്തിൽ, ഒരു സൊല്യൂഷൻ രൂപത്തിൽ, ഒരു ദ്രാവക രൂപത്തിൽ പുറത്തോട്ട് കളയാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഈ മാലിന്യങ്ങളുടെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ ചില പ്രത്യേക രാസപദാർത്ഥങ്ങളുടെ അളവ് കൂടുന്നു ആ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അത് ദ്രാവക രൂപം അല്ലാതെ അത് ഖരരൂപത്തിലോട്ട് മാറും, അത് സോളിഡായിട്ട് മാറും. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഉപ്പെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് ഒരു ദ്രാവക രൂപത്തിലിരിക്കും. പക്ഷേ ആ ഉപ്പ് വെള്ളത്തിനകത്ത് ശരിക്കും നമ്മളിപ്പോൾ 2 സ്പൂൺ ഉപ്പുണ്ടെങ്കിൽ ആ 2 സ്പൂൺ ഉപ്പ് ഉണ്ടാവും, പക്ഷേ അത് ദ്രാവക രൂപത്തിലായിരിക്കും. പക്ഷേ അതിനകത്ത് നമ്മളൊരു 10 സ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പടിയിൽ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും. ഇതുപോലെ ഈ മാലിന്യങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് കല്ലെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് ഈ രോഗികൾക്ക് കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നു എന്നല്ല അർത്ഥം. അവരുടെ ശരീരത്തിന് ഒരു പ്രത്യേക ലെവൽ മാലിന്യങ്ങൾ മാത്രമേ ഇങ്ങനെ ദ്രാവക രൂപത്തിൽ വിടാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം അത് അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത് ആദ്യം ക്രിസ്റ്റലുകളായിട്ടായിരിക്കും, ചെറിയ പരലുകൾ പോലെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പുറത്ത് കൂടുതൽ ക്രിസ്റ്റലുകൾ വന്നിട്ട് കല്ലുണ്ടാകുന്നത്. ഇതാണ് കല്ലുകൾ ഉണ്ടാകുന്ന രീതി. ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള കല്ലുകൾ ഫോം ചെയ്യുന്നതിന് നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഭക്ഷണ രീതികളൊക്കെ അതുമായിട്ട് ബന്ധമുണ്ടോ? അതാണോ കാരണമാവുന്നത്? ഒരു നല്ല അളവ് വരെ ഭക്ഷണ രീതികൾ അതിന് ബാധകമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ 2 പേരിൽ ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ കല്ലുണ്ടാവുള്ളൂ. അതുതന്നെ 2 കിഡ്നിയിലുള്ളതിൽ 1 കിഡ്നിയിൽ മാത്രമേ കല്ലുണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ കാരണം, പക്ഷേ അതൊരു പ്രധാന കാരണമാണ്. എന്ന് പറഞ്ഞ് ഒരു 4 mm കല്ല് ഒരിക്കൽ വന്നു എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മൊത്തം ഭക്ഷണ നിയന്ത്രണം എന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്ഥിരമായി കല്ല് വരുന്നു, നമുക്ക് സ്ഥിരമായി ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനൊരു അവസരത്തിൽ നമുക്ക് ഇത് എങ്ങനെയൊക്കെ മാറ്റാമെന്ന് നോക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ റോളും കൂടെ അതിനകത്ത് പരിശോധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കടുത്ത വേനൽക്കാലത്ത് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് എത്രത്തോളം സത്യമാണ്? ഈ കടുത്ത ചൂടുമായിട്ട് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് കിഡ്നി സ്റ്റോൺ വരുന്നത് കൂടുതലാണോ? സാധാരണ നമ്മൾ കൂടുതൽ കാണാറുണ്ട്. അത് വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പിട്ടാൽ അത് അലിഞ്ഞിരിക്കും. എന്നാൽ 1/2 ഗ്ലാസ് വെള്ളത്തിലാണെങ്കിലോ ഈ 2 സ്പൂൺ ഉപ്പിലും കുറച്ച് അടിഞ്ഞു പോരും. ഇതുപോലെ നമ്മളുടെ മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ വെള്ളത്തിൻ്റെ രൂപത്തിൽ ഈ മാലിന്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഈ മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഇത് അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ കുടിക്കുകയും അത്
മൂത്രമായിട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സാധ്യത കുറയ്ക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാറുണ്ടോ, അതോ പുരുഷന്മാർക്കാണോ കൂടുതലായിട്ടും കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്? അതും പ്രായവും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണോ? കൂടുതലും കണ്ടുവരുന്ന പുരുഷന്മാരിലാണ്. പ്രായം ഇതിനെ സാധാരണഗതിയിൽ വലുതായിട്ട് ബാധിക്കാറില്ല. എങ്കിൽ പോലും എല്ലാ പ്രായക്കാരിലും നമ്മളിത് കാണുന്നൊരു പ്രതിഭാസമാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ കൂടുതലും ചെറുപ്പക്കാരിലാണ് നമ്മൾ കൂടുതലും കിഡ്നി സ്റ്റോൺസ് കാണുന്നത്. കാരണം ഇപ്പോൾ പ്രായമായവർക്ക് കിഡ്നി സ്റ്റോൺ വരുന്നവരെ നമുക്ക് അറിയാം, അവർക്ക് കാലാകാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയാം, അങ്ങനെ കുറച്ച് പേര് കാണും. പക്ഷേ ഇപ്പോൾ ഈ എല്ലിൻ്റെ തേയ്മാനം, അങ്ങനെ പല വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ മരുന്നുകൾ കഴിക്കുകയും കാൽഷ്യം ടാബ്ലറ്റ്സ്, വൈറ്റമിൻ ഡി ഇതൊക്കെ നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ ഒരാഴ്ചത്തേക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പുതുതായിട്ട് കിഡ്നി സ്റ്റോൺസ് വരുന്ന കണ്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായി ഒരു 70 വയസ്സിൽ ആദ്യമായി കിഡ്നി സ്റ്റോൺ വരുന്ന ആൾക്കാരെ നമ്മളിപ്പം ധാരാളം കാണുന്നുണ്ട്. അതൊക്കെ മിക്കവാറും ഈ മരുന്നുകൾ കൊണ്ട് വരുന്ന പ്രശ്നമാണ്. സർ, ഈ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതോ സ്വാഭാവികമായിട്ടും അങ്ങനെ? അല്ല, ഒന്ന് ഈ ഹൈഡ്രേഷൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ ഈ പുരുഷ ഹോർമോണുകളും ഇതിനെ ഒരു തരത്തിൽ കുറച്ച് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കിഡ്നി സ്റ്റോൺ വരുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് നമ്മൾ സാധാരണ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയറുവേദന വരാറുണ്ടെന്ന് പറയാറുണ്ട്, ചിലർക്ക് നടുവേദന വരാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കണ്ടുവരാറുള്ളത്? നമ്മളെപ്പോഴാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ്? സാധാരണഗതിയിൽ ഈ കിഡ്നി സ്റ്റോൺ ഒരു രോഗിക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ വേദന വരുമ്പോഴാണ്. അല്ലാതെ കിഡ്നി സ്റ്റോൺ മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗവുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ആൾക്കാർ വർഷത്തിലൊരിക്കൽ ഒരു സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി സ്കാൻ ചെയ്യുക എന്നുള്ളത് വളരെ സാധാരണയായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റോണുകൾ ഇപ്പോൾ ധാരാളമാണ്, സാധാരണ കൂടുതലാണ്. പക്ഷേ ഒരാൾക്ക് ഇങ്ങനെ സ്കാനൊന്നും ചെയ്യാതെ കിഡ്നി സ്റ്റോൺ മനസ്സിലാക്കാൻ ഉള്ള ഒരേ ഒരു അവസരം അവർക്ക് വേദന വരുമ്പോൾ മാത്രമാണ്. ഈ വേദന വരുന്നത് ഈ സ്റ്റോൺ കിഡ്നിക്കകത്തിരിക്കുന്നതുകൊണ്ടല്ല. കിഡ്നിക്കകത്തിരിക്കുന്ന സ്റ്റോൺ വേദന ഉണ്ടാക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. ഇതെപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് കിഡ്നിയിൽ നിന്നും അത് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം വേദനകളെ പലപ്പോഴും നമ്മൾ നടുവേദന എന്നാണല്ലോ വിചാരിക്കാറുള്ളത്. പലപ്പോഴും ആ നടുവേദനയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും, നടുവേദനയാണ് എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ വേദന തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് നടുവേദന അല്ല എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള വേദന നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണോ, അതോ നമ്മളിപ്പോൾ നടുവേദനയും വയറുവേദനയും ഒരുമിച്ച് വരുമ്പോൾ ഒരു ഡോക്ടറിനെ സമീപിക്കണം എന്നുള്ളതാണോ? എങ്ങനെയാണ് നമ്മളത്, എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടത്? കിഡ്നി സ്റ്റോണിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു കിഡ്നി സ്റ്റോണിൻ്റെ വേദന, അതായത് കിഡ്നിയിൽ നിന്ന് സ്റ്റോൺ താഴോട്ട് മൂത്രനാളിയിലോട്ട് യൂറിറ്ററിലോട്ട് വരുമ്പോൾ ഉള്ള വേദന നടുവേദനയായിട്ടൊന്നും അല്ല തോന്നുന്നത്, നല്ല അതികഠിനമായ വേദനയായിരിക്കും. അത് വന്നിട്ടുള്ള ഒരു രോഗിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എനിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെന്നുള്ള തോന്നും. അതിനകത്ത് സംശയങ്ങളുടെ ഒന്നും കാര്യമില്ല. ആ രോഗി തന്നെ വന്ന് പറയും ചിലപ്പോൾ എനിക്ക് കിഡ്നി സ്റ്റോണാണ്. കാരണം അത്രയേറെ കഠിനമായ വേദനയാണ് വരുന്നത്. ഈ നേരത്തെ പറഞ്ഞ നടുവേദന പോലുള്ള വേദന എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്റ്റോൺസ് കിഡ്നിയിൽ വന്നിരുന്നിട്ട് കുറേ കാലം ഇരുന്ന് ഒരു തടസ്സം ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് ചിലപ്പോൾ ഒരു ലോ ഇൻ പെയിൻ അല്ലെങ്കിൽ നടുവേദന ആയിട്ടൊക്കെ വരുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ്. അല്ലെങ്കിൽ ഒരു കിഡ്നിയിൽ ചെറിയ സ്റ്റോൺ വന്നിരുന്നിട്ട് ഒരു ഇൻഫെക്ഷൻ വരിക, ഇങ്ങനെയുള്ളപ്പോഴൊക്കെയാണ് നടുവേദനയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അതികഠിനമായ ഒരു വേദനയാണ് എപ്പോഴും കിഡ്നി സ്റ്റോണിന് ഉണ്ടാകുന്നത്. സാർ, എനിക്ക് ഇപ്പോൾ സാർ പറഞ്ഞപ്പോൾ തോന്നിയൊരു സംശയമാണ്. ഇപ്പോൾ ഈ വലിയ കല്ലായിട്ട് മാറുന്നതിന് മുൻപ് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് കാണാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞത്, കിഡ്നിയിലിരിക്കുന്ന ഒരു സ്റ്റോൺ നമുക്കൊരു ലക്ഷണം വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും നമുക്കൊരു ലക്ഷണവും കാണത്തില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കുകയാണ് മാർഗമുള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. മിക്കവാറും പേർക്ക് പ്രശ്നം വരുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടിട്ടും നമ്മൾ ചികിത്സ എടുക്കാതെ നടക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റോൺ ഇറങ്ങി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് രോഗനിർണയത്തിന്, ഈ സ്കാനിങ് തന്നെയാണോ അതോ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് രോഗനിർണയം നടത്താൻ കഴിയുമോ? എങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു രോഗനിർണയ രീതി എങ്ങനെയാണ്? നമ്മൾ ഇതിനകത്ത് പല മാർഗങ്ങളും അവലംബിക്കാറുണ്ട്. ഒന്ന്, നമുക്ക് യൂറിൻ നോക്കുമ്പോൾ നല്ല വേദനയുള്ള ഒരാൾക്ക് യൂറിൻ നോക്കുമ്പോൾ അതിനകത്ത് ബ്ലഡിൻ്റെ അംശം കാണാം. അതാണ് ഒന്നാമത്തെ ലക്ഷണം അതിനകത്ത് വരുന്നത്.
പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ആദ്യം തന്നെ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാനിൽ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോണിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റും. പ്രത്യേകിച്ചും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നിയിൽ വീക്കം കാണും. ചില സമയങ്ങളിൽ നമുക്ക് സ്റ്റോൺ ലൊക്കേറ്റ് ചെയ്യാനും പറ്റും എവിടെയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് CT സ്കാൻ തന്നെയാണ്. അത് മരുന്ന് കുത്തി വയ്ക്കാത്ത തരത്തിലുള്ള CT സ്കാൻ. അപ്പോൾ CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും കല്ലുണ്ടോ, ഏത് ഭാഗത്താണ് ആ കല്ല്, ആ കല്ലിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ ഘടന എന്തായിരിക്കും, കട്ടിയുള്ള കല്ലാണോ കട്ടിയില്ലാത്ത കല്ലാണോ എന്നൊക്കെ നമുക്കൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് വാട്സപ്പിൽ കോട്ടയത്ത് നിന്നും അജിത എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതായത് നാടൻ വൈദ്യം ഈ ഒരു കിഡ്നി സ്റ്റോണിന് എത്രത്തോളം നാടൻ വൈദ്യം ഫലവത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് സംശയം. ഈ നാടൻ വൈദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് പല മരുന്നുകളുണ്ട്, പല ആൾക്കാരുടെ മരുന്നുകളുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ ശാസ്ത്രീയമായി ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മരുന്ന് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കുകയാണെന്ന് കരുതിയാൽ മതി. കാരണം അതിനെ പറ്റി ഒരു പഠനം ഒരിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിന് റിസ്ക് എടുക്കാൻ ഉള്ള ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളെ കഴിച്ചു നോക്കാം. പക്ഷേ അതിൻ്റെ എത്രത്തോളം ഗുണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്തൊരു പരിധി വരെ അപകടമുണ്ട്. കാരണം നമുക്കത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമുക്ക് ശരീരത്തിന് വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ പ്രയോജനം ഉണ്ടായേക്കാം. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനായിട്ടുള്ളൊരു മാർഗം ഇപ്പോൾ നിലവിലില്ല. സർ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ നാരങ്ങ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ബാർലി വെള്ളം കുടിക്കുക, അത് ഈ കല്ലിനെ അലിയിപ്പിക്കും, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ഈ വെള്ളത്തിന് ഏത് വിശേഷണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഏത് വെള്ളം കുടിച്ചാലും നല്ലത് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളത് വെള്ളമകത്ത് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പ്രത്യേകതരം വെള്ളം കുടിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോജനം കിട്ടത്തില്ല. വെള്ളം കുടിച്ച് കഴിയുന്നത് കല്ലിനെ തടയാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും. പിന്നെ നാരങ്ങ വെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങളുടെ എല്ലാം പ്രശ്നം കുറച്ചൊരു അസിഡിക് ആക്കാൻ ചിലപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരാം. എപ്പോഴും നല്ലത് യൂറിൻ ആൽക്കലൈനായിട്ടിരിക്കുന്നതാണ് കൂടുതലും കല്ലുകൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നത്. ഡോക്ടർ, ഈ എല്ലാ കിഡ്നി സ്റ്റോണുകൾക്കും ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ടോ, അതോ മരുന്ന് കഴിച്ച് തന്നെ ഇത് നമുക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? കിഡ്നി സ്റ്റോൺസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയിൽ ഒരു സ്റ്റോൺ താഴോട്ട് ട്യൂബിലോട്ട് വന്നിറങ്ങിയാൽ അതെവിടെയാണ് വന്ന് ബ്ലോക്ക് ആവുന്നതെന്നനുസരിച്ചിരിക്കും, അതിനെത്ര സൈസ് ഉണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും, അതിനെത്ര കട്ടി ഉണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും ചികിത്സ. ഉദാഹരണത്തിന് നമ്മളെ ഒരു സ്റ്റോണിങ് കിഡ്നിയിൽ നിന്ന് ഇറങ്ങി താഴെ മൂത്രസഞ്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ അത് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേസമയം കിഡ്നിയുടെ തൊട്ട് അടുത്ത് തന്നെ വന്നത് ബ്ലോക്ക് ആകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും ശരീരത്തിൻ്റെ ഘടന വ്യത്യാസമായിരിക്കും, അവരുടെ ട്യൂബിൻ്റെ വലിപ്പം വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് സ്റ്റോൺ തന്നെത്താനെ പുറത്തു പോകാനുള്ള സാധ്യതയും വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ശരീരത്തിൽ ആ സ്റ്റോണിൻ്റെ മൂവ്മെൻറ്റ്, ആ സ്റ്റോൺ മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഡോക്ടർ പറഞ്ഞതുപോലെ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളത് വരുമ്പോഴാണോ ഈ കിഡ്നി സ്റ്റോൺ കൂടുതൽ ഗൗരവമുള്ളതാകുന്നത്, അതോ ഈ സ്റ്റോണിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണോ? എപ്പോഴാണ് നമ്മളതിനെ കൂടുതൽ ഗൗരവമായിട്ട് കാണേണ്ടത്? കിഡ്നി സ്റ്റോൺ ഗൗരവമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് ഒരു സ്റ്റോൺ താഴോട്ടിറങ്ങിയ ട്യൂബിലോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ആ ട്യൂബ് ബ്ലോക്കാവും. അപ്പോൾ കിഡ്നിയിൽ നിന്നുള്ള ട്യൂബ് ബ്ലോക്കാകുമ്പോൾ കിഡ്നിയിൽ നിന്നുള്ള ഉണ്ടാവുന്ന യൂറിൻ പുറത്തോട്ട് പോകാതെ നിൽക്കുന്നു. രോഗിക്ക് മൂത്രം പുറത്തോട്ട് വരും, കാരണം അപ്പുറത്തെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചി വരികയും പുറത്തോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഈ പ്രശ്നം വന്ന കിഡ്നി, അതായത് ആ ട്യൂബ് ബ്ലോക്കായിരിക്കുന്ന കിഡ്നിയിൽ മൂത്രം പുറത്തോട്ട് വരത്തില്ല. അങ്ങനെ മൂത്രം കെട്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിഡ്നിയിലൊരു പ്രഷർ കൂടും. കിഡ്നിയിൽ പ്രഷർ കൂടുമ്പോൾ കിഡ്നി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രവർത്തനം കുറയും. അപ്പോൾ ആ കിഡ്നി കുറച്ച് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അതിൻ്റെ അർത്ഥം എന്താണ്? കിഡ്നിയുടെ പ്രവർത്തനം മന്ദഗതിയിലായി എന്നുള്ളതാണ്. ഇനി ഈ തടസ്സം ഉണ്ടാക്കുന്നത് 3 mm സ്റ്റോണിനും 5 mm സ്റ്റോണിനും ചിലപ്പോൾ 10 mm സ്റ്റോണിനും തടസ്സം ഉണ്ടാക്കാം. അത് ഓരോ സ്റ്റോണിൻ്റെയും ഇരിക്കുന്ന സ്ഥലവും ആ ട്യൂബിൻ്റെ ഘടനയനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇനി ഇതിനകത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്
ഇങ്ങനെ തടസ്സം വന്നിരിക്കുന്ന സമയത്ത് അതിനകത്തൊരു ഇൻഫെക്ഷൻ കൂടി വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളൊരു രോഗി, ഇൻഫെക്ഷൻ കൂടി വരികയാണെങ്കിൽ അത് കിഡ്നിയുടെ പ്രവർത്തനത്തിന് കൂടുതലായി ബാധിക്കും. പിന്നീട് നമ്മൾ ഈ സ്റ്റോൺ എടുത്തു കളഞ്ഞാലും ആ കിഡ്നിക്ക് ഒരു കുറച്ച് പ്രവർത്തന വൈകല്യം ഉണ്ടായിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. നമസ്കാരം, ആദർശ് എന്നാണ് പേര്, ഹരിപ്പാട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ, ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അമിതമായി വെള്ള പത വരുന്നത് ഈ കിഡ്നിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണോ? എനിക്ക് നേരത്തെ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി ഒരു സ്റ്റോൺ ഉള്ളത്, അത് എടുക്കാൻ കഴിയില്ല, അതവിടെ സേഫായിട്ട് ഇരുന്നോളും എന്നാണ് പറയുന്നത്. ശരിയാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്നാമത്തെ ചോദ്യം പത വരുന്നത് ഒരു കാരണം യൂറിനകത്തൂടെ ആൽബുമിൻ പോകുന്നതാണ്, പ്രോട്ടീൻ ലോസ് വരുന്നതാണ്. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു കൂടുതൽ പങ്ക് ആൾക്കാർ ഈ പ്രശ്നം പറയുമ്പോഴും നോക്കുമ്പോൾ അതൊന്നും അല്ല കാരണം, അല്ലാതെ സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഒരുപാട് പേടിക്കാനുള്ള കാര്യമില്ല അത്. രണ്ട്, ആ ഒരു കിഡ്നിയിലെ സ്റ്റോൺ പ്രശ്നമൊന്നുമില്ല, എടുത്ത് കളയണ്ട, തന്നെ അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറയുന്നത്, നമുക്ക് എത്രയാണ് സൈസ്, എവിടെയാണ് അത് ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമുക്കൊരു സ്റ്റോൺ സർജറി കഴിഞ്ഞതേ ഉള്ളൂ, ഉടനെ എടുക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും ഡോക്ടർ അത് പറഞ്ഞത്. കിഡ്നിക്കുള്ളിൽ സ്റ്റോൺ ഇരിക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കിഡ്നി വീക്ക് അങ്ങനെയൊക്കെ വരാൻ? അല്ല, അത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പം ആദർശിന് എത്ര വയസ്സായി? എനിക്കിപ്പം 31. ആദർശിനി ഇനി ഈ സ്റ്റോൺ എന്താ സംഭവിക്കാമെന്ന് ആലോചിക്കുക. ഒന്ന്, ഈ സ്റ്റോൺ അവിടെ ഇരുന്ന് വലുതാകാം, അതല്ലെങ്കിൽ ഈ സ്റ്റോൺ അവിടെ നിന്ന് പുറത്തോട്ട് വരാം. ഈ രണ്ട് കാര്യത്തിലൊന്ന് എന്തായാലും സംഭവിക്കും. എന്തായാലും ഇത് ചെറുതായി പോകത്തില്ല. അപ്പോൾ അതവിടെ ഇരുന്ന് വലുതാകുകയാണെങ്കിൽ അത് എടുത്ത് കളയാനുള്ള പാട് കൂടുതലായിരിക്കും. ഇനി നമുക്ക് എന്താണ് ഒബ്സർവേഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർഷാവർഷം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പം നോക്കാം ഈ സ്റ്റോൺ അമിതമായി വളർച്ച വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഒരു 5 mm കല്ല് അല്ലെങ്കിൽ 6 mm കല്ല് അവിടെ കുറേ നാളായി ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ അത് എടുത്ത് കളയേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ അത് 10 വർഷവും 15 വർഷവും ചിലപ്പോൾ 5 mm ആയിട്ട് തന്നെ ഇരിക്കും. കാരണം അത് ഗ്രോ ചെയ്യുന്നില്ല. നമ്മൾ മെറ്റബോളിക്കലി അത് ആക്റ്റീവ് അല്ല ആ സ്റ്റോൺ. അതവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സ്റ്റോൺ ഇപ്പോൾ ഇരിക്കുന്നു, അതൊരു 5 mm ആണ്, അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ അത് 8 mm ആവുന്നു, അടുത്ത 12 mm ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോൺ ചെറുതായിരിക്കുമ്പോൾ തന്നെ എടുത്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ആ ഡോക്ടറെ പോയി കാണുക, അത് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചോദിക്കുക. ഓക്കെ, ആദർശായിരുന്നു വിളിച്ചത്. സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. സർ, നമുക്ക് തുടരാം. നമ്മൾ ഗൗരവത്തിനെക്കുറിച്ച്, കിഡ്നി സ്റ്റോണിൻ്റെ ഗൗരവമായ സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് സർ ഇതിനുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് നിലവിലുള്ളത്? കിഡ്നി സ്റ്റോണിൻ്റെ ചികിത്സ അത് എവിടെയാണ് ഇരിക്കുന്നത് അനുസരിച്ചിരിക്കും. ഉദാഹരണം, അത് ട്യൂബിലാണെങ്കിൽ, കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബിലാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്റ്റോണാണ്, പെട്ടെന്ന് മൂവ് ചെയ്ത് പോകുന്നു, രോഗിക്ക് വലിയ വേദനയൊന്നുമില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം, 1-2 ആഴ്ച വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നും വരത്തില്ല. ചിലപ്പോൾ തന്നെ പോവും. അങ്ങനെ പോകുന്ന അനവധി രോഗികളുണ്ട്. ഇതെവിടെയെങ്കിലും വന്ന് കുടുങ്ങിയിരിക്കുന്നു, പുറത്തോട്ട് പോകുന്നില്ല, ഇൻഫെക്ഷൻ വരുന്നു, അസഹ്യമായ വേദനയാണ്, വേദന സംഹാരികൾ ഒരുപാട് എടുക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് മൂത്രനാളിയിൽ കൂടെ ട്യൂബ് കടത്തി അതിനെ പൊട്ടിച്ച് കളയാവുന്നതാണ്. അത് പൊട്ടിച്ച് കളയുന്നത് യൂറിട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചാണ്. ഒരു ടെലിസ്കോപ്പ് പോലെയാണ് അത്. നമ്മൾ മയക്കം തന്നിട്ട് മൂത്രനാളിയിൽ കൂടെ കയറ്റി മൂത്രസഞ്ചിയിൽ ചെന്ന് ഈ യൂറിട്ടറിനകത്ത് പോയി ഈ സ്റ്റോൺ കണ്ടിട്ട് അതിനെ ചെറിയ പൊടികളാക്കി മാറ്റുന്നതാണ് യൂറിട്രോസ്കോപ്പി ചെയ്യുന്നത്. ഇനി ഈ സ്റ്റോൺ കിഡ്നിക്കകത്താണെന്ന് വയ്ക്കുക. 1 സെൻറ്റിമീറ്ററുള്ള സ്റ്റോണൊക്കെ ആണെങ്കിൽ നമുക്ക് മൂത്രനാളിയിൽ കൂടെ തന്നെ ഇതുപോലെ ട്യൂബ് കടത്തി കിഡ്നിക്കകത്ത് പോയി ഇതിനെ ലേസർ രശ്മി വെച്ചിട്ട് തീരെ പൊടിയായിട്ട് മാറ്റി കളയാവുന്നതാണ്. ഇനി ഇതൊരു വലിയ സ്റ്റോണാണെന്ന് വയ്ക്കുക, 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കിഡ്നിയിലൊരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ കൂടെ ഇതിനെ പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. അതിന് PCNL എന്ന് പറയും. ഇനി ചില രോഗികൾക്ക് ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്റ്റോൺ ആണെങ്കിലും കിഡ്നിക്കകത്തിരുന്നാൽ ചിലപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഷോക്ക് കൊടുത്ത് പൊട്ടിക്കാൻ പറ്റും.
പക്ഷേ ഇപ്പം ഈ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പൊട്ടിച്ച് തരിയാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് കൂടുതലും അത്തരം പ്രൊസീജിയേഴ്സാണ് RIRS എന്ന് പറയുന്ന പ്രൊസീജിയറാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയും? റെസ്റ്റ് എടുക്കേണ്ടത് എത്ര ദിവസമാണ്? യൂറിട്രോസ്കോപ്പി ഞാൻ പറഞ്ഞാൽ ട്യൂബിൽ ഉള്ള സ്റ്റോൺ പൊട്ടിക്കുന്ന യൂറിട്രോസ്കോപ്പി അത് ചെയ്താൽ മിക്കവാറും അന്ന് വൈകിട്ട് തന്നെ രോഗിക്ക് വീട്ടിൽ പോകാം, പിറ്റേന്ന് മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. RIRS ആണെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നമുക്ക് ഇന്ന് രാവിലെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ വീട്ടിൽ പോകാം, വേണമെങ്കിൽ അന്ന് അല്ലെങ്കിൽ എൻ്റെ പിറ്റേന്ന് ജോലിക്ക് തിരിച്ചു പോകാവുന്നതാണ്. PCNL പോലുള്ള പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3-4 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഡോക്ടർ, നമുക്ക് പത്തനംതിട്ടയിൽ നിന്നും ഒരു പ്രേക്ഷക വാട്സപ്പിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതായത് കുട്ടികളിൽ ഇപ്പോൾ ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം വളരെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരം ഫുഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഇത് കിഡ്നി സ്റ്റോണിന് സാധ്യത ഉണ്ടാക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്തരം ഫുഡ് ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ക്രമാതീതമായി ഒരു സ്റ്റോണിൻ്റെ ഇൻസിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നില്ല. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ നമ്മളെ ദൈനംദിന പ്രാക്ടീസിൽ നമ്മൾ കൂടുതലായി കുട്ടികളിൽ കാണുന്നില്ല. ഇനി പക്ഷേ കുട്ടികളിൽ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഫുഡ്സ് നിയന്ത്രിക്കാൻ പറയും. കാരണം ഇതിനകത്തുള്ള കെമിക്കൽസ് എന്തൊക്കെയാണ്, ഈ ജങ്ക് ഫുഡ്സിൽ വരുന്ന അഡിറ്റീവ്സ് എത്രമാത്രം ഇതിന് ദോഷം ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് നിയന്ത്രിക്കാൻ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ചും ചോക്ലേറ്റിൻ്റെ ഉപയോഗം, നട്ട്സിൻ്റെ ഉപയോഗം, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് സ്റ്റോൺസ് കൂടുതലുണ്ടാക്കാൻ സാധിക്കും. പിന്നെ കപ്പലണ്ടി, ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ പലരും പീനട്ട് ബട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ഫുഡ്സ്, ഇതൊക്കെയാണ് കൂടുതലും ബേക്കറി ഐറ്റംസിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റോൺ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ പറയും. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമുക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് ഒരിക്കൽ ശസ്ത്രക്രിയ ചെയ്തവർക്ക് അല്ലെങ്കിൽ ഒരു തവണ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. രോഗികൾക്കെല്ലാം പേടിയുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് ഒരിക്കൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടല്ല വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത്. നമ്മളെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥായിയായിട്ടുള്ളൊരു പ്രശ്നമാണ് സ്റ്റോൺ ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മളെ ശരീരത്തിന് തന്നെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഇന്നുണ്ടായാൽ നാളെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നൊരു സ്റ്റോൺ വന്ന് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റിസ്ക് നമുക്ക് പോകുന്നില്ല. നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും സ്റ്റോൺ വരാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോൺ വരാം, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു സ്റ്റോൺ വരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഒരു സ്റ്റോൺ എടുത്ത് കളഞ്ഞാൽ അടുത്ത സ്റ്റോൺ വരാതെ നോക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് സ്റ്റോൺ കണ്ടു, നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, നമുക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്ര കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പക്ഷേ സാധാരണ എല്ലാ രോഗികൾക്കും വരുന്ന പ്രശ്നം, സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറക്കും. പിന്നെ അടുത്ത സ്റ്റോൺ വരുമ്പോൾ മാത്രമേ അത് ആലോചിക്കൂ. പിന്നെ അടിക്കടി വരുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ ശപിച്ചു തുടങ്ങും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നം ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷേ നമുക്ക് തടയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോൺ കിഡ്നി ഇരിക്കുമ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന വരത്തില്ല, ഒരിക്കലും വേദന വരത്തില്ല. പക്ഷേ നമ്മളത് ചെയ്യത്തില്ല. നമ്മൾ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോൺ വരുന്നവരെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. ഇതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ സർ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇനിയും സംസാരിക്കാനുണ്ട്. ഒരു കോൾ റേറ്റിംഗ് ആണ്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജയാണേ. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടറെ, ഇപ്പൊ ഈ കിഡ്നി ഫെയിലിയറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മളിപ്പോ ഈ കൂടി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാതെ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാതെയും ചെയ്യും, പിന്നീട് അവർക്ക് കിഡ്നി രോഗം മാരകമാകുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വല്ലതും വരാൻ സാധ്യത. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിനും ഉണ്ട് ഇതുപോലെ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ ഒരിക്കലൊരു ഒറ്റമൂലിയൊക്കെ ആയുർവേദത്തിന്റെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇത് പ്രശ്നം കുറച്ചു നാളത്തേക്കൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷെ വീണ്ടും ഇടയ്ക്കത് വേദനയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ നമുക്കൊരു തരാനുള്ള ഒരു മറുപടി എന്തായിരിക്കും ഡോക്ടറെ? സ്റ്റോൺ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു.
ഓരോ സ്റ്റോണും കിഡ്നിയെ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുമ്പോൾ കിഡ്നി കുറേശ്ശെ ഡാമേജ് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഒരു സ്റ്റോൺ നമ്മൾ ശരിയായിട്ട് ചികിത്സ എടുക്കാതിരിക്കുകയാണെങ്കിൽ ആ കിഡ്നി കാലക്രമേണ നശിച്ചു പോകും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും വേദന ഇല്ലാത്ത സ്റ്റോണുകളാണ്. അതായത് ഒരു സ്റ്റോൺ വന്നിരിക്കുന്നു, കിഡ്നിയെ ബ്ലോക്ക് ചെയ്യുന്നു, ആ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വേദന പോകുന്നു, നമ്മൾ അതിനെപ്പറ്റി മറക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കിഡ്നി കംപ്ലീറ്റ് ഡാമേജ് ആയിരിക്കുകയായിരിക്കും, പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ 2 കിഡ്നിയിലും സ്റ്റോൺ വരുന്ന ഒരാളാണെങ്കിൽ നമ്മളെ കിഡ്നിക്ക് പ്രവർത്തന തകരാറ് വരാനായിട്ട് സ്റ്റോൺ മാത്രം മതി, നമുക്ക് അത് ശല്യം ചെയ്യാം. അതുകൊണ്ട് സ്റ്റോൺ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് ഇത് എത്ര നാൾ വെയിറ്റ് ചെയ്യാം, എടുത്ത് കളയേണ്ടതാണോ, എപ്പോൾ എടുത്ത് കളയണം, അത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ യാതൊരുവിധമായ പ്രശ്നവും വരത്തില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. പക്ഷെ നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ടോ മാത്രമാണ് കിഡ്നി സ്റ്റോൺസ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ കിഡ്നി സ്റ്റോൺ കൊണ്ട് ഒരാളുടെയും കിഡ്നി പോകത്തില്ല. കിഡ്നി സ്റ്റോൺ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് എപ്പോഴും കിഡ്നി നാശമാകുന്നത്. ഒറ്റമൂലി അതിനകത്തൊന്നും നമ്മൾ അത് എന്റർടൈൻ ചെയ്യേണ്ട കാര്യം അല്ല, നമ്മുടെ ശരീരം പരീക്ഷിക്കണോ വേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. കാരണം ഈ ഒറ്റമൂലികളിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് അതിനെപ്പറ്റിയുള്ള പഠനങ്ങളൊന്നുമില്ല. പിന്നെ ഓരോ രോഗിയുടെയും സ്വാതന്ത്ര്യമാണ് അത് എന്ത് പരീക്ഷിക്കണം എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. താങ്ക് യു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ വന്ന രോഗികൾക്ക്, അതായത് കിഡ്നി സ്റ്റോൺ വന്ന രോഗികൾക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ സർജറി ചെയ്തതിന് ശേഷം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ഫോളോ അപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റ് എത്ര തവണ ഫോളോ അപ്പിനായിട്ട് വരണം, അതെങ്ങനെയാണ്, പിന്നെ വരാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? സ്റ്റോണിൻ്റെ വേദനയായിട്ട് വന്ന് രോഗിക്ക് നമ്മളിപ്പോൾ ഒരു ചികിത്സ ചെയ്യാമെന്ന് വയ്ക്കുക. ആദ്യമായിട്ട് അവരുടെ അടുത്ത് പറയുന്ന കാര്യം, ഈ സ്റ്റോൺ നമുക്കിപ്പോൾ എടുത്ത് മാറ്റാം, പക്ഷെ സ്റ്റോണിൻ്റെ ചികിത്സ തുടങ്ങുന്നത് ഈ സ്റ്റോൺ മാറ്റിയതിന് ശേഷം. ഒന്ന് ഇടപെടുകയാണേ, മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുവാണേ. ഓക്കെ, ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിക്കാനായിട്ടാണ്. ഈ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഈ തക്കാളി ഇല്ലേ, അതെ, അത് കൂടുതൽ കഴിച്ചാൽ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. ഈ തക്കാളിയിൽ പ്രധാനമായിട്ടും പറയുന്നത് സ്റ്റോൺസിൻ്റെ സാധ്യതയാണ് ഒന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അത് ഈ ഓക്സലേറ്റ് അങ്ങനെയുള്ള ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു തക്കാളി അതിനകത്ത് നമ്മളൊരു കറിക്കകത്ത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. സ്റ്റോണിൻ്റെ സാധ്യത ഉള്ള ഒരാൾ, ഉദാഹരണത്തിന് നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും സ്റ്റോൺ വരുന്ന ആളാണെങ്കിൽ നമ്മൾ സ്ഥിരമായി ടൊമാറ്റോ ഫ്രൈ, ടൊമാറ്റോ ജ്യൂസ് അല്ലെങ്കിൽ ടൊമാറ്റോ ഇട്ട് കറി ഒഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ സാധ്യത കൂടും. അല്ലാതെ വല്ലപ്പോഴും ഒരു തക്കാളി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനി സ്റ്റോണിൻ്റെ സാധ്യത ഇല്ലെങ്കിൽ ആ റിസ്ക്കും നമുക്കില്ല. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തൊരു പേടിയാണിത്. ശരി, ഓക്കെ. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ സന്തോഷം. ഡോക്ടർ, നമ്മൾ ഒരു ഫോളോ അപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തുടരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ രോഗിയുടെ അടുത്ത് പറയുന്നത്, നമ്മൾ ഈ സ്റ്റോൺ നീക്കിയതിന് ശേഷം, ഈ കല്ല് നീക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റോണിൻ്റെ ചികിത്സ ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ എത്രത്തോളം ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഈ ഫോളോ അപ്പ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ ഓരോ രോഗിയുടെയും പ്രത്യേകത അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വർഷാവർഷം സ്റ്റോൺ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 6 മാസം ഇടവിട്ട് വന്ന് കാണാൻ പറയും. എന്തിനാണ്? നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുക, വീണ്ടും സ്റ്റോൺ വരുന്നുണ്ടോ എന്ന് നോക്കുക, സ്റ്റോൺ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, ആഹാരം നിയന്ത്രിക്കുക, വെള്ളം കൂടുതൽ കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും സ്റ്റോൺ വരുന്നുണ്ടോ എന്ന് നോക്കും. ഇനി സ്റ്റോൺ വരികയാണെങ്കിലോ ചെറിയ സ്റ്റോൺ വരുമ്പോൾ തന്നെ അതെടുത്ത് മാറ്റുക. കാരണം ഒരു വേദനയ്ക്കും ഒരു കിഡ്നി ഒരു ബ്ലോക്കിനുള്ളൊരു അവസരം കൊടുക്കാതെ അതിനെ ക്ലിയർ ചെയ്യുക. ഇനി ഒരു 30 വയസ്സിൽ ഒരിക്കൽ ആദ്യമായിട്ട് സ്റ്റോൺ വരുന്ന ഒരാളിനെ നമ്മൾ അത്രയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ആദ്യമായിട്ട് വന്നതാണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വന്നതായിരിക്കും. അത് മാറ്റി നമ്മൾ 3 മാസം കഴിഞ്ഞ് വീണ്ടും നോക്കും, വീണ്ടും സ്റ്റോൺ വരുന്നുണ്ടോന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും.
പക്ഷേ വീണ്ടും ഒരു സ്റ്റോൺ കാണുകയാണെങ്കിൽ നമ്മൾ അവരെയും ശ്രദ്ധിക്കും. മാത്രമല്ല ഈ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ 24 മണിക്കൂർ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില ഘടകങ്ങൾ അധികമായിട്ട് വരുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആഹാര നിയന്ത്രണങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ രോഗിക്കും വ്യത്യസ്തമാണ് അവരുടെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ വിളിച്ചത് നമ്മുടെ ഈ കിഡ്നി സ്റ്റോൺ സംബന്ധിച്ച് ചില പദാർത്ഥങ്ങൾ കഴിച്ചാൽ ഇതിന് കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഒരു പൊതുവെ നാട്ടിലുള്ള പ്രചാരം. പ്രത്യേകിച്ച് ഈ വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ സപ്പർ കഴിക്കുമ്പോൾ അതിനകത്ത് തക്കാളി ഉപയോഗിച്ചാൽ അതിന് തക്കാളിയുടെ അരി കിഡ്നി സ്റ്റോണിന് ബാധകമാക്കും. അങ്ങനെയൊക്കെയുള്ള ചില, ശരിയാണോ എന്നറിയില്ല, അത്തരത്തിലുള്ള ചില പ്രചാരണങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് വരാതിരിക്കാൻ ഏതെങ്കിലും ഉപയോഗിക്കാതെ സാധനം എന്തെങ്കിലും ഉണ്ട്? എന്തൊക്കെയാണ് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ? നേരത്തെ ഒരു പ്രേക്ഷകൻ തക്കാളിയെ പറ്റി ചോദിച്ചിരുന്നു, അപ്പോഴും ഞാൻ ഉത്തരം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, എല്ലാവർക്കും ഇത്തരം ആഹാരങ്ങൾ കഴിക്കുമ്പോൾ സ്റ്റോൺ വരത്തില്ല. നമുക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വലുതായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് സ്റ്റോൺ വരാനുള്ള സാധ്യത ഉള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആഹാര നിയന്ത്രണങ്ങൾ പറയും. എന്തൊക്കെയാണ് ആഹാരം കഴിക്കാവുന്നത്, കഴിച്ചുകൂടാത്തതെന്നുള്ളത് പറയും. അത് തന്നെ തീരുമാനിക്കുന്നത് നമ്മൾ 24 മണിക്കൂർ യൂറിൻ നോക്കി അല്ലെങ്കിൽ അവർക്കുണ്ടായ സ്റ്റോണിൻ്റെ ഘടന നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഇനി സ്റ്റോൺ ഒന്നും വരാത്ത, ഒരിക്കലും എനിക്ക് സ്റ്റോൺ വരരുത്, അങ്ങനത്തെ ഒരു ആഹാരശൈലി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഹാരവും കഴിക്കാൻ പറ്റില്ല. കാരണം എല്ലാ ആഹാരത്തിനകത്തും കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസും ഉണ്ട്, എല്ലാ ആഹാരത്തിൽ നിന്നും പ്രോട്ടീനുണ്ട്, അത് യൂറിക് ആസിഡ് ഉണ്ടാക്കാം, ഓക്സലേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ആഹാരത്തിലും ഇതിൻ്റെ ഈ ഘടകങ്ങൾ തോത് വ്യത്യാസമാണെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാവുന്നത്, സ്റ്റോൺ അധികം ഉള്ളവർക്ക്, സ്റ്റോൺ അധികം വന്നുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്ക് ഈ ഘടകങ്ങൾ, ആവശ്യമുള്ള ഘടകങ്ങൾ, അവർക്ക് ഈ സ്റ്റോൺ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകിച്ച് സ്റ്റോണിനെ പറ്റി കേട്ട് പേടിയാകുമ്പോഴത്തേക്ക് ആഹാരം നിയന്ത്രിച്ച് പെട്ടെന്നെല്ലാം ശരിയാക്കാമോ എന്നൊരു തോന്നുന്നത് വരും. അതല്ല അതിൻ്റെ രീതി. ആവശ്യമുള്ള ആൾക്കാർ, അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാത്തവർ സാധാരണ പോലെ ആഹാരം കഴിക്കാവുന്നതാണ്. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കേരള കണക്റ്റിലേക്ക് വിളിച്ചതിൽ വളരെ നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ ഈ കിഡ്നിയുടെ ആരോഗ്യത്തിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ ആരോഗ്യത്തിനുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് കിഡ്നിയുടെ ആരോഗ്യത്തിനുള്ള ഭക്ഷണം. നമ്മൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം കെമിക്കൽ പദാർത്ഥങ്ങൾ ഉള്ള ആഹാരങ്ങൾ, ഈ ഫുഡ് അഡിക്റ്റീവ്സ്, ഇത് പലതും കിഡ്നിക്ക് എത്രത്തോളം ദോഷം ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഉദാഹരണം, ഇപ്പോൾ ഒരുപാട് ഉപ്പിട്ട ആഹാരങ്ങൾ ചിലപ്പോൾ കിഡ്നിക്ക് അത് ദോഷമായിട്ട് വരാം. കിഡ്നിക്കും BP കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഒരുപാട് ഉപയോഗിക്കുന്നത് ദോഷമാണ്. അത് കിഡ്നിക്ക് ഡയറക്റ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്, നമുക്കൊരു കല്ലിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുക, നമ്മളതിനെപ്പറ്റി മൈൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ളപ്പോഴൊക്കെയാണ് അത് കിഡ്നിക്ക് എപ്പോഴും ഡാമേജ് ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പ്രഷറിൻ്റെ അസുഖമുണ്ട്, അമിതമായ രക്തസമ്മർദ്ദമുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, അത് കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കും. പ്രമേഹ രോഗമുണ്ട്, അത് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നില്ല, അത് കിഡ്നിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അപ്പോൾ ഇത്തരം അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ചികിത്സിക്കുക. വേദന സംഹാരികൾ വെറുതെ പോയി നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടൊരു വേദനയുണ്ട്, ഉടനെ നമ്മൾ ബ്രൂഫൻ വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ബോവറാൻ വാങ്ങിച്ച് കഴിക്കുക, അതൊരു ശീലമാക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് മുട്ടുവേദന, ദേഹം വേദന, പേശി വേദന എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ, ഉദാഹരണം, പലതരത്തിലുള്ള മരുന്നുകൾ നാട്ടിൽ അവൈലബിളാണ്. നാട്ടുമരുന്ന്, ഒറ്റമൂലി, ഇനി പല പല പേരുകളുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് കിഡ്നിക്ക് ദോഷം ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ചില രോഗികൾ വന്ന് കിഡ്നി ഫെയിലറായിട്ട് വരുന്ന രോഗികളെ നോക്കുമ്പോൾ അവർ വേറെ ചില മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കാം. അതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സാധാരണ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നങ്ങളൊന്നും കിഡ്നിക്ക് വരത്തില്ല. ഇനി കിഡ്നി ഫെയിലർ ഉള്ളവർക്ക്
അമിതമായിട്ട് പ്രോട്ടീനുള്ള ആഹാരം കുറയ്ക്കുക, ഒരുപാട് പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുക, കാരണം ഈ പൊട്ടാസ്യം കൂടുതലുള്ള മരുന്നുകൾ ആഹാരങ്ങൾ കുറയ്ക്കുക, ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ സാധാരണ ഒരാൾക്ക് സാധാരണ ആഹാരങ്ങൾ മതി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ള അസുഖങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം, ഇവ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. സ്റ്റോണിൻ്റെ അസുഖം വന്നാൽ പെട്ടെന്ന് ചികിത്സിച്ച് ആ ബ്ലോക്ക്, കിഡ്നിയുടെ ബ്ലോക്ക് മാറ്റാൻ ശ്രമിക്കണം. കിഡ്നിക്ക് അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസ് അത് വരാതെ നോക്കണം. അത് പനിയോടുകൂടി വരുന്ന മൂത്രത്തിലെ അണുബാധ ഇത് ഒഴിവാക്കാൻ നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നതാണ് ഈ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂത്രത്തിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പൊതുധാരണയുണ്ട്. അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുന്നവരെന്തൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്? ഈ കാൽസ്യം ഇത്തരത്തിലൊരു കാരണമാകാറുണ്ടോ? ഞാൻ ആദ്യം തന്നെ നമ്മൾ ചർച്ചയുടെ സമയത്ത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പല രോഗികൾക്കും ഇപ്പോൾ ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിയുന്ന പല രോഗികൾക്കും ആദ്യമായിട്ട് സ്റ്റോൺ വന്ന് കാണുന്നത് ഇത്തരം കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോഴാണ്. കാൽഷ്യം സപ്ലിമെൻറ്റ്സും വൈറ്റമിൻ ഡിയും രണ്ടും ശരീരത്തിൽ കാൽഷ്യം കൂട്ടുന്നതാണ്. അതിപ്പോൾ ഒരു ഡോക്ടർ തരുമ്പോൾ ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് എത്ര കഴിക്കണം, എത്ര നാൾ കഴിക്കണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എപ്പോൾ നിർത്തണം എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. അല്ലാതെ വെറുതെ ഇതൊരു വൈറ്റമിനാണ് അല്ലെങ്കിൽ എൻ്റെ എല്ലിന് ശക്തി കൂടും എന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ചിലപ്പോൾ സ്റ്റോൺ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് പാലക്കാട് നിന്നും ഒരു പ്രേക്ഷകൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇതിന് ഒരു പ്രത്യേക കണക്ക് പറയുന്ന ഒരു ഉത്തരമില്ല. ഓരോ ആൾക്കാർക്കും ആവശ്യമുള്ള വെള്ളം വ്യത്യാസമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്രത്തിൻ്റെ യഥാർത്ഥ നിറം ഒരു ഇളം മഞ്ഞ നിറമാണ്. ഈ നിറം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അർത്ഥം അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, മൂത്രം പോകുന്നത് കറക്റ്റ് നിറത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇളം മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ വൈക്കോലിൻ്റെ നിറം, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരുപാട് വെള്ളമായിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനി കടുമഞ്ഞായിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം മൂത്രത്തിൻ്റെ അളവ്, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുകയാണ്, ശരീരം ജസ്റ്റ് ഓടിപ്പോവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇടുമ്പോൾ മൂത്രം ഒഴിക്കും. ആ സമയത്ത് തന്നെ അവർക്കറിയാം ഞാൻ കഴിഞ്ഞ 3 മണിക്കൂറിൽ ശരിക്കുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന്. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ വളരെയധികം കാണുന്ന പ്രശ്നങ്ങളാണ് ഈ അമിതമായിട്ട് വെള്ളം കുടിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം കാണും. മൂത്രം പുറത്തോട്ട് പോകാവുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും. ശരീരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂത്രം പുറത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും മരുന്നുകൾ കഴിച്ചിട്ട് അതിൻ്റെ സഹായത്തോടെ ആയിരിക്കും മൂത്രം പുറത്തോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ മൂത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയും അവരൊക്കെ ഓപ്പറേഷൻ കണ്ടിട്ട് മാറേണ്ട അവസ്ഥയും വരാറുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും പല ആൾക്കാരും വന്ന് പറയുന്ന അവർക്ക് ജോലി ചെയ്യാൻ വയ്യ, അരമണിക്കൂർ ഇടവിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം. അവസാനം നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പോയിട്ട് വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, പിന്നെ വീണ്ടും മൂത്രം ഒഴിക്കാൻ പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ഒരുപാടങ്ങ് വറീഡാവേണ്ട കാര്യമില്ല. ശരീരത്തിന് അതിൻ്റേതായ നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ ഈ മൂത്രം ഒരു ഇളം മഞ്ഞ നിറത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഞാൻ 6 ലിറ്റർ വെള്ളം കുടിക്കും, 3 ലിറ്റർ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കും എന്ന് പറയുന്നതിനകത്തല്ല കാര്യമുള്ളത്. ഓരോരുത്തരുടെയും എത്രത്തോളം വിയർക്കും, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണ്, എവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്, അവരുടെ ശരീരഘടന എങ്ങനെയാണ്, അവരുടെ തൂക്കം എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, ഇതനുസരിച്ചെല്ലാം വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് വ്യത്യാസം വരും. ഡോക്ടർ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം സ്വയം തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ? അതല്ല ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും അങ്ങനെ ഒരു സ്ക്രീനിങ് നിലവിലുണ്ടോ? അതായത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് വാങ്ങാനുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും രീതികളുണ്ടോ? ഉദ്ദേശിക്കുന്നത് കിഡ്നി നോർമൽ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അതുപോലെ ഈ വെള്ളം കുടിക്കുന്ന കാര്യത്തിലും ഒക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ അളവിലാണ് അത് കുടിക്കേണ്ടത്,
അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നും പോകുന്ന വിയർപ്പിൻ്റെ അളവ്, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ? ആ ഗൈഡൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മൂത്രത്തിൻ്റെ നിറം മനസ്സിലാക്കാൻ ഒരുപാട് വലിയ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പം മൂത്രം ഒഴിക്കുമ്പോൾ അത് ഇളം മഞ്ഞ നിറത്തിലാണ് പോകുന്നതെങ്കിൽ അത് ഓക്കെയാണ്, അതുവരെ കുടിച്ച വെള്ളം ഓക്കെയാണ്. അടുത്ത പ്രാവശ്യം ഒഴിക്കുമ്പോൾ അത് നല്ല വെള്ള നിറത്തിൽ പോകുകയാണെങ്കിൽ എൻ്റെ അർത്ഥം അതിനുശേഷം കുടിച്ച വെള്ളം കൂടുതലാണ്, എനിക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഒരിക്കൽ പോയി ഒഴിക്കുമ്പോൾ കടും മഞ്ഞ നിറത്തിൽ പോകുകയാണെങ്കിൽ പോയി ധാരാളം വെള്ളം കുടിക്കുക, മൂത്രം വെളുക്കുന്നവരെ അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമാവുന്നവരെ കുടിക്കുക. ഇതിന് വലിയ ഒരു ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്നൊരു കാര്യമാണത്. ഓക്കെ ഡോക്ടർ. അപ്പം ഈ കാർബണേറ്റഡ് പാനീയങ്ങളുടെ ഉപയോഗം, അത്തരത്തിലുള്ള ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ഇപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു തലമുറയ്ക്ക് അതിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാനീയങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ കൃത്രിമ മധുരങ്ങളാണ് അതിലെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണോ? ബാധിക്കാം. പക്ഷേ നമുക്ക് ഈ ഓരോന്നിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളൊരു ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും കെമിക്കൽസ് നമ്മളെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് എത്രത്തോളം നെഫ്രോടോക്സിക് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇത്തരം സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, അതുപോലെ നമുക്ക് വാട്സപ്പിൽ ഒരു പ്രേക്ഷകൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതായത് IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുൾ ടൈം AC-യിൽ വർക്ക് ചെയ്യുമ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. AC-യിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സാധാരണ ഇതിൽ കിഡ്നിക്ക് വലിയ പ്രശ്നം വരേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും വരുന്നത് നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുക, ഇങ്ങനെയുള്ളപ്പോൾ വരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഗർഭിണികളുടെ കാര്യത്തിൽ നമ്മളെല്ലാ പ്രശ്നങ്ങളിലും ഗർഭിണികൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചികിത്സാ രീതികൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഗർഭിണികളിൽ ഇത്തരത്തിലുള്ള കിഡ്നി സ്റ്റോണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അതിനെ സുരക്ഷിതമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുക? ഗർഭിണികൾക്ക് ഈ സ്റ്റോൺസ് വരുമ്പോൾ വരുന്ന പ്രധാന പ്രശ്നം അത് കണ്ടുപിടിക്കാനുള്ള പ്രയാസങ്ങളാണ്. കാരണം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോൺ വന്ന ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് CT സ്കാനാണ്. അപ്പോൾ ഗർഭിണികൾക്ക് പലപ്പോഴും CT സ്കാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കുട്ടിക്ക് അത് റേഡിയേഷൻ്റെ പ്രശ്നം വരും. പിന്നെ MRI എടുത്താൽ ചിലപ്പോൾ സ്റ്റോൺസ് അതിനകത്ത് ക്ലിയറായിട്ട് കാണത്തില്ല. പിന്നെ അൾട്രാസൗണ്ട് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ സമയത്ത് നമ്മൾ അനാറ്റമി കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഡയഗ്നോസ് എത്താനുള്ളൊരു പ്രയാസമാണ് ചിലപ്പോൾ വരുന്നത്. എന്നാൽ ഇനി സ്റ്റോൺസ് കണ്ടുപിടിച്ചാൽ തന്നെ അത് ചികിത്സിക്കുന്ന സമയത്തും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂറിട്രോസ്കോപ്പി ചെയ്ത് മൂത്രനാളിൽ കൂടെ നമ്മൾ ട്യൂബ് ഇട്ട് നോക്കി അത് പൊട്ടിക്കുന്ന സമയത്തും നമുക്ക് പലപ്പോഴും എക്സ്റേസിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മാത്രമല്ല, നമുക്ക് ഈ സ്റ്റോൺസ് പോയോന്നറിയാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് ഇടാനായിട്ട്, തൽക്കാലം ഒരു സ്റ്റെൻറ്റ് ഇടാനായിട്ട് ഒക്കെ ഇത് പ്രശ്നം വരും. ഇത് കൂടാതെ ഈ മൂത്രസഞ്ചിയും യൂട്രസും ഇരിക്കുന്ന പെൽവിക് ക്യാവിറ്റിക്കകത്താണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ ചിലപ്പോൾ പ്രൊസീജിയേഴ്സിന് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഫാക്ടേഴ്സാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, ചെയ്യാം. പക്ഷേ ഗർഭിണികളായ സ്ത്രീകളിൽ ചികിത്സിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം, റേഡിയേഷൻ ഒഴിവാക്കേണ്ടി വരും. പിന്നെ അവരുടെ അനാറ്റമി ഡിഫറെൻ്റ് ആയിരിക്കും, അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പിന്നെ എപ്പോഴും നമ്മൾ ആ കുട്ടിയുടെ കാര്യം കൂടെ നോക്കിയിട്ടേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ, അനസ്തീഷ കൊടുക്കുന്നതായാലും എല്ലാം. ഡോക്ടർ, ഇപ്പോൾ ഈ സർജറി ചെയ്യുമ്പോൾ സ്റ്റെൻറ്റ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റെൻറ്റ് എപ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുമോ, അതോ ആ സ്റ്റെൻറ്റ് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നുണ്ടോ, അതെങ്ങനെയാണ്? ഈ സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് ഇടുന്ന ഒരു സാധനമാണ്. ഇത് ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്യൂബിനകത്തിരിക്കുന്ന സ്റ്റോൺ നമ്മൾ പൊട്ടിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ചില മുറിവുകൾ കാണും. ആ സ്റ്റോൺ ഇരുന്ന ഭാഗത്തുള്ള മുറിവുകൾ കാണും, അത് ഉണങ്ങി വരണം. അതൊന്ന്. രണ്ട്, ചെറിയ സ്റ്റോണിൻ്റെ പീസസ് കിടക്കുന്നത് വന്ന് വീണ്ടും ബ്ലോക്ക് ചെയ്യരുത്, ഇതിനു വേണ്ടിയാണ്. അപ്പോൾ അത് പോകുമ്പോൾ ഈ ട്യൂബ് ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ് സ്റ്റെൻറ്റ്. അത് ഒരു 2 ആഴ്ച 3 ആഴ്ച ചിലപ്പോൾ 1 മാസം വരെ വച്ചേക്കാറുണ്ട്. അപൂർവം കേസുകളിൽ നമ്മൾ 3 മാസം വരെ വയ്ക്കും. ഒരുപാട് നാൾ അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രനാളിയിലാണ് നമ്മൾ ആ സ്റ്റെൻറ്റ് ഇടുന്നത്. ആ സ്റ്റെൻറ്റിന് ചുറ്റും സ്റ്റോൺസ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റെൻറ്റ് ഇട്ടിട്ട് നമ്മളത് എടുക്കാൻ മറന്നു പോകുന്നു,
രോഗി അതങ്ങ് മറന്നു പോവുകയാണ് എൻ്റെ വയറ്റിൽ സ്റ്റെൻ്റ് ഉണ്ടെന്നുള്ള, പിന്നെ ഡോക്ടറെ പോയി കാണുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ സ്റ്റെൻ്റ് അവിടെ ഇരുന്ന് അതിനകത്ത് ചുറ്റും സ്റ്റോൺസ് വന്നിട്ട് അത് ശല്യം ചെയ്യാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സർജറി ചെയ്തതിന് ശേഷം പേഷ്യൻസിന് ഭാരമുള്ള ജോലികൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അതോ പഴയതുപോലെ തന്നെയുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ? ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും സ്റ്റോണിൻ്റെ സർജറി കഴിഞ്ഞാൽ ഇല്ല. തലേന്ന് വരെ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ സ്റ്റോൺ സർജറി കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ചെയ്യാവുന്നതാണ്. ഈ കിഡ്നി സ്റ്റോണും പാരമ്പര്യവുമായിട്ട് ബന്ധമുണ്ട്, അതായത് ജനറ്റിക്കലി അങ്ങനെ വരുന്നതാണോ? അങ്ങനെ കാണാറില്ല, സാധാരണ നമ്മൾ കാണാറില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കാണത്തില്ല, പക്ഷേ മക്കളിൽ ഒരാളെ കാണും, ബാക്കി ആർക്കും കാണത്തില്ല. അപ്പോൾ അതൊരു പാരമ്പര്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ, നമുക്ക് സ്ത്രീകളുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ഈ ആർത്തവ വിരാമത്തിന് ശേഷം കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് കഴിഞ്ഞ് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റോൺസ് കാണുന്നത്. നമുക്ക് ഈ നമ്മുടെ കിണറ്റിലെ വെള്ളം കുടിക്കുമ്പോൾ അത് ഹാർഡറാണ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധമുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധ പുലർത്തേണ്ടത്? ഈ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഘടനയായിട്ട് ബന്ധമുണ്ട് എന്നാണ് പല പഠനങ്ങളിലും കാണുന്നത്, പ്രത്യേകിച്ച് സ്റ്റോൺ ഉണ്ടാകുന്നത്. ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ, നമ്മളിപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ, വെസ്റ്റേൺ ഇന്ത്യയിലെ സ്റ്റേറ്റ്സിലെ ഒക്കെ സ്റ്റോൺസിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ് നമ്മളുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഘടനയുടെ വ്യത്യാസം, പ്രത്യേകിച്ച് ഹിമാലയൻ ഏരിയാസിൽ ഒക്കെ സ്റ്റോൺസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതൊക്കെ അവിടുത്തെ വെള്ളത്തിൻ്റെ ഘടനയായിട്ടാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ നാട്ടിൽ ഈ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡയറ്റുകളും പുതിയ ആധുനിക രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളൊരു കാര്യമാണ് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അതെന്താ വരുന്നത് വെച്ചാൽ, നമ്മൾ കൂടുതലും പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കും. പ്രോട്ടീൻ ഫുഡ്സ് കഴിച്ചിട്ട് ഈ ഒരുപാട് വെയ്റ്റ് ട്രെയിനിങ് ഉള്ളവർ വെള്ളം കുറച്ചും കൂടെ കുടിക്കും. ഇത് വളരെ അപകടമാണ്. കാരണം പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ എല്ലാം ശരീരത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ട് അവസാനം വരുന്ന അവൻ്റെ മാലിന്യം എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. ഈ യൂറിക് ആസിഡ് എപ്പോഴും പോകണമെങ്കിൽ നമുക്ക് ധാരാളം വെള്ളം വേണം. അപ്പോൾ പ്രോട്ടീൻ അധികം കഴിച്ചിട്ട് വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ ഈ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പെയിൻ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും? രണ്ടാമത്തത്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണോ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നത്? എങ്കിൽ നമ്മൾ ഏതൊക്കെ ഒഴിവാക്കണം? ഒന്ന്, നമുക്ക് വരുന്ന വേദന സാധാരണഗതിയിൽ നടുവേദന വന്ന് അത് താഴോട്ട് വരികയാണ്, അടിവയറ്റിലോട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അടിവയറ്റ് മാത്രമായിട്ട് വേദന വരുന്നവരുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വശത്തായിരിക്കും വേദന, ഒരിക്കലും നടുക്ക് വരത്തില്ല. മിക്കവാറും ഒരു വശത്തായിരിക്കും, ഏതെങ്കിലും വലതുവശത്തോ ഇടതുവശത്തോ ആയിരിക്കും വേദന വരുന്നത്. പിന്നെ ഈ വേദന വന്നു കഴിഞ്ഞാൽ അതികഠിനമായ വേദനയായിരിക്കും. കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു ഓർക്കാനം കാണാം, ഛർദിൽ വരാം, ചിലർക്ക് കുറച്ച് മൂത്രം ഒഴിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ വരാം, മൂത്രത്തിൽ ബ്ലഡ് കാണാം. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇനി ആഹാരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോൺ വരാത്ത ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആഹാരവും കഴിക്കാതിരിക്കാനേ പറ്റുള്ളൂ. എല്ലാ ആഹാരത്തിനകത്തും സ്റ്റോൺ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ പല തോതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടിക്കടി സ്റ്റോൺ വരുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ നമുക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആഹാരത്തിലൂടെ നിയന്ത്രണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് സ്റ്റോണിൻ്റെ ഘടന മനസ്സിലാക്കുക, 24 മണിക്കൂർ യൂറിൻ പരിശോധിച്ചിട്ട് നമ്മുടെ യൂറിനകത്ത് ഏതൊക്കെ ഘടകങ്ങളാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കുക, ആ ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിൽ ആഹാരം ചിട്ടപ്പെടുത്തുക, അത് കഴിക്കുക. ഉദാഹരണം, കാൽഷ്യം കൂടുതൽ വരുന്നെങ്കിൽ കാൽഷ്യം നിയന്ത്രിക്കാൻ എത്രത്തോളം നിയന്ത്രിക്കണമെന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് കാൽഷ്യം നിയന്ത്രിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക.
ഓക്സലേറ്റ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ ഓക്സലേറ്റ് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക. യൂറിക് ആസിഡ് കൂടുതൽ വരികയാണെങ്കിൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ആഹാരം കഴിക്കുക. അല്ലാതെ നമുക്ക് ഇതെല്ലാം ഇല്ലാത്ത തരത്തിലുള്ള ആഹാരം നമുക്ക് കഴിക്കാൻ പ്രയാസമാണ്. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമുക്ക് തുടരാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് കൂടുതലായിട്ടും വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും അവരുടെ യാത്രാമധ്യേ ആണെങ്കിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ജോലി സ്ഥലത്താണെങ്കിലും അവർക്ക് കൂടുതൽ നേരം മൂത്രമൊഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ പിടിച്ചു വെക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത്തരം സ്ത്രീകളിൽ ഈ പറയുന്ന പോലെ ഒരു കിഡ്നി സ്റ്റോൺ സാധ്യത കൂടുതലാണോ? അത് എത്രത്തോളം കിഡ്നിയെ ഡാമേജ് ചെയ്യും? അത് അത്തരം പ്രശ്നങ്ങൾ സാധാരണ കിഡ്നി സ്റ്റോൺ അല്ല ഉണ്ടാക്കുന്നത്. കൂടുതലും ഉണ്ടാക്കുന്നത് ഇൻഫെക്ഷനാണ്. കാരണം യൂറിൻ കൂടുതൽ പിടിച്ചു വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് മൂത്രസഞ്ചി വികസിക്കുമ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. ഇനി രണ്ടാമത് വരുന്ന പ്രശ്നം, മൂത്രസഞ്ചി എന്ന് പറഞ്ഞ ഒരു എലാസ്റ്റിക് പോലെയാണ്. നമ്മൾ ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടമാവും. എലാസ്റ്റിസിറ്റി നഷ്ടമായി കഴിഞ്ഞാൽ മൂത്രം ശരിക്കും പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് പറ്റുന്നത് ഒരുപാട് നേരം യൂറിൻ പിടിച്ചു വെച്ച് സ്ഥിരമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂത്രസഞ്ചിയുടെ ആ മൂത്രം പുറത്തോട്ട് തള്ളാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് പറ്റും? ഒരു 500 ml മൂത്രസഞ്ചിയിൽ വരുമ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 200 ml 250 ml മൂത്രസഞ്ചിയിൽ കെട്ടി നിൽക്കും. അത് കാലക്രമേണ ഈ 250 ml എന്നുള്ളത് 2 ലിറ്ററും 2.5 ലിറ്ററുമായി മാറുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് മൂത്രം ഇങ്ങനെ ആവശ്യമില്ലാതെ പിടിച്ചു വയ്ക്കുന്നുണ്ടാണ്. അപ്പോൾ ഒരിക്കലും മൂത്രം അധികം പിടിച്ചു വയ്ക്കാതിരിക്കുക. ഇനി യാത്ര ചെയ്യുന്ന സമയത്ത് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനുള്ള സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കുക. അതിനകത്തൊരു ഇൻഫെക്ഷൻ വന്നാലും സാരമില്ല, പക്ഷേ വെള്ളം കുറച്ച് കുടിക്കുക. എന്നിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഉള്ളൊരു സ്ഥലത്ത് പോകുമ്പോൾ വെള്ളം ധാരാളം കുടിക്കുക, എന്നിട്ട് മൂത്രം ഒഴിക്കുക. മൂത്രം പിടിച്ചു വയ്ക്കുന്നത് ഒരിക്കലും നല്ലതല്ല. വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൂത്രം പിടിച്ചു വയ്ക്കാതിരിക്കുക. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. കിഡ്നി സ്റ്റോണിനെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾ, അതിൻ്റെ ശസ്ത്രക്രിയ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ പ്രതിരോധിക്കാം തുടങ്ങി ഒട്ടേറെ കിഡ്നിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങളാണ് ഡോക്ടർ നമുക്ക് പങ്കുവച്ചത്. വളരെ നന്ദി ഡോക്ടർ. കേരള കണക്റ്റിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.